കേരളത്തിലെ ചില മാധ്യമങ്ങളും ഏജൻസികളും തുടർച്ചയായി തന്നെ പല സർവേകൾ കേരളവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുമ്പോഴും അതിലെല്ലാം ഒരു ഭരണമാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനാണ് മേൽക്കൈ. അവർ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നിയമസഭയിൽ ആവർത്തിക്കുമെന്ന കണക്കാണ് പുറത്തുവരുന്നത്. CPM രണ്ടാം സ്ഥാനത്തേക്ക് പോകും, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും ഈ സർവേകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷയാണോ ഇപ്പോൾ കൃത്യമായി വരുന്നത്? 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ സമീപകാലങ്ങളിലൊന്നും നമുക്ക് ചരിത്രപരമായി ഒരു തവണ ഇതിനു മുമ്പ് തുടർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമെങ്കിൽ ഒരു മുഖ്യമന്ത്രി തന്നെ 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ഒരു വ്യക്തിപരമായും പാർട്ടിപരമായും LDFനും CPMനും അതിനകത്ത് അഭിമാനിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു തുടർ ഭരണം ഒരു കാരണവശാലും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. തുറന്ന് സമ്മതിക്കാത്തവർ മറ്റെന്തെങ്കിലും കാരണത്താൽ പേടിച്ചോ അന്ധമായ രാഷ്ട്രീയ വിശ്വാസം കൊണ്ടോ അല്ലാതെ അവരെ പോലും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴോ അതല്ലെങ്കിൽ ഹിപ്നോട്ടിസ് ചെയ്താലോ അതല്ലെങ്കിൽ പുതിയ AI സംവിധാനം വെച്ച് തലയിൽ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും വരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭാഗത്ത് നിന്ന് പോലും തുടർ ഭരണം കിട്ടില്ല എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലും പുറത്തറിയാൻ കഴിയുന്ന അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത്, ഓരോ മണിക്കൂർ കഴിയും തോറും. അപ്പോൾ പിന്നെ സർവേകൾ പലപ്പോഴും സർവേ നടത്തുന്നവർക്ക് വ്യക്തമായ ചില താല്പര്യങ്ങൾ ഉണ്ടാകും. അതിപ്പോൾ ഏത് സർവേ നടത്തിയാലും ഉണ്ടാകും. ആ സർവേ നടക്കുമ്പോൾ അത് ചെറിയ തോതിൽ സ്വാധീനിക്കുമെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ജനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പൾസ്, ആ പൾസ് ആര് സർവേ നടത്തിയാലും നമ്മൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഇപ്പം നമ്മൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോഴോ പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴോ ആൾക്കൂട്ടം ഉള്ള സ്ഥലങ്ങളിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയോ ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചാൽ ഇത് കൃത്യമായി ബോധ്യം വരും. അതുകൊണ്ട് ആ സർവേകളെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അത്തരം സത്യസന്ധമായ സർവേകൾ വരുമ്പോൾ തുടർച്ചയായ ഈ സർവേകളിൽ നിന്ന് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്. അതായത് ഇനി ജയിക്കാൻ പോകുന്ന ഇന്നാരാണ്, അപ്പം ഈ ജയിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു രീതി പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കോളേജുകളിലൊക്കെ SFI ജയിക്കുന്നത്. ഈ SFIക്ക് വോട്ട് ചെയ്ത് SFI ജയിച്ച കോളേജുകളിൽ ആ ആളുകൾ തന്നെ നിയമസഭയ്ക്ക് ചെയ്ത വോട്ടെടുത്ത് നോക്കാമെങ്കിൽ ഈ കോളേജുകളിൽ കിട്ടിയതിൻ്റെ 10% പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് CPMന് കിട്ടില്ല. കോളേജിൽ അതൊരു ട്രെൻഡാണ്. ഇവിടെ ആരാ SFI, എന്താ ഞാനും SFI. ഈ കോളേജിന് വെളിയിലിറങ്ങിയാൽ അവൻ ചിലപ്പം കോൺഗ്രസിൻ്റെയോ BJPയുടെയോ വലിയ വക്താവായിരിക്കും. അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. അപ്പം ഈ സർവേകൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു കയ്യൂക്കല്ലേ? കയ്യൂക്കെന്ന് മാത്രമല്ല, എവിടെയായാലും ജയിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ ഈ ഒഴുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി അങ്ങ് എന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ, നമുക്ക് ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലാം. ഒഴുക്കിനെതിരെ നിൽക്കുന്നതാണല്ലോ ബുദ്ധിമുട്ട്. ഇപ്പം ആരാണ്ട് അങ്ങനെ നോക്കുന്നത്? ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ അങ്ങനെയല്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ഞാൻ ജയിച്ചാലും തോറ്റാലും എൻ്റെ മരണം വരെ ഞാൻ ഇന്ന പാർട്ടി. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെ ഇന്ന് ഏത് പാർട്ടിയിൽ നിന്നാൽ കൊള്ളാം, അത് ഇന്ന് രാത്രി 12 മണി വരെ ഞാൻ BJP ആണ്, നാളെ മുസ്ലിം ലീഗ്. ഇത് നോക്കൂ, CPMൽ നിന്ന് രാജിവെച്ച് പോയ 2 ഉത്തരവാദിത്തപ്പെട്ട 2 നേതാക്കന്മാരുടെ ഭാര്യ മുസ്ലിം ലീഗിൽ ചേർന്നു, ഭർത്താവ് BJPയിൽ ചേർന്നു. ഇതാണ് വൈരുദ്ധ്യാത്മക രാഷ്ട്രീയവാദം. അതിന് അങ്ങനെയൊക്കെ വിളിക്കാം. ഇല്ലെങ്കിൽ CPMൽ നിന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും ഈ രണ്ടിടത്തോട്ട് പോയതിൻ്റെ എന്താണ്, അതിൻ്റെ മനഃശാസ്ത്രം എന്താണ് നമുക്ക് പിടികിട്ടുന്നില്ല, കേരളത്തെ പിടികിട്ടുകയില്ല. അപ്പോൾ സർവേകൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സർവേകളിൽ കുറച്ചുകൂടി സ്വതന്ത്രമായും സത്യസന്ധമായും അഭിപ്രായം പറയുന്നത് സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് ഈ സർവേ നടത്തുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് മാത്രമല്ല, പല കുടുംബങ്ങളിലും പലയിടത്തും നമ്മൾ കാണുന്ന ഒരു പ്രവണത, ഈ സ്ത്രീകളുടെ അഭിപ്രായത്തിനനുസരിച്ച് പുരുഷന്മാർ പോലും അവരുടെയും നിലപാട് മാറ്റാറുണ്ട്. ഈ പുരുഷൻ വിചാരിച്ച് സ്ത്രീയുടെ നിലപാട് മാറ്റാൻ പറ്റില്ല. അത് മാറ്റാൻ പറ്റും. എങ്ങനെയാ?
ഈ പുരുഷൻ്റെ മുമ്പിൽ കള്ളസമ്മതം ചെയ്യും. അത് ഭർത്താവ് ഭാര്യയോട് പറയുക, നീ അരിവാളി നോട്ട് ചെയ്യണം. ചെയ്യാം. ചെന്ന് ചെയ്യുന്നത് ഒന്നീ താമരയ്ക്കോ ഇല്ലെങ്കിൽ കൈപ്പത്തിക്കോ ആയിരിക്കും. ഇങ്ങനെയുടെ വഴക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ തന്ത്രശാലികളായതുകൊണ്ട് അവരത് പറയും. പക്ഷേ പുരുഷന്മാരങ്ങനെയല്ല. അവർ പറഞ്ഞാൽ, എല്ലാവരുടെയും കാര്യമല്ല, ബഹുഭൂരിപക്ഷവും അവർ ഉള്ള കാര്യം തുറന്ന് സത്യസന്ധമായി അങ്ങ് സമ്മതിക്കും. അപ്പോൾ ഈ സർവേകളൊക്കെ കൃത്യമായും ജനങ്ങളുടെ ഒരു പൾസ് തന്നെയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. പിന്നെ കേരളത്തിലെ ഒരു സർവേ ആകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സർവേകളെ പോലെയൊന്നും മറ്റു പല സ്വാധീനങ്ങൾ അവിടെ വരികയില്ല. ഈ മനസ്സിലൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ ഇത്തിരി പാടാണ്. ഇപ്പം തമിഴ്നാട്ടിലെ ഒരു സ്ഥിതിയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടർ പറയുന്നതിൻ്റെ ഇരട്ടി അടുത്ത കൂട്ടരങ്ങ് പറയുക. 5000 രൂപ തരാമെന്ന് DMK പറഞ്ഞാൽ ഉടനെ AIDMK പറയാണ് 10000 രൂപ തരാം. ലേലം വിളി പോലെയാണ് അത്. അവിടുത്തെ ഒരു രീതിക്ക് കുറേയൊക്കെ സ്വാധീനിക്കും. അവിടെ മാറി വരികയാണ്. ആ രീതിയിൽ അവരൊക്കെ പുരോഗമനത്തിലേക്ക് വരുമ്പോഴാണ് കേരളം പണ്ടത്തെ നിലയിലേക്ക് തിരിച്ചുപോക്കിന്റെ ഒരു പാതയിലേക്ക്. ലേലവിളി നാം പെൻഷനുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടു. അത് പ്രയോജനം ചെയ്തില്ല. ഇപ്പോൾ 1600 രൂപയായിരുന്ന പെൻഷൻ 2000 ആക്കിയതിന് ശേഷമാണ് നമ്മളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രയോജനം ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ശ്രീ MM മണി അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞത്, 400 രൂപ അല്ലെങ്കിൽ ഈ പെൻഷൻ വാങ്ങി നക്കിയിട്ട് മറ്റേ പണിയാണ് കാണിച്ചതെന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞത്. ഏത് രൂപ കൊടുത്താലും അതിൻ്റെ എല്ലാം പ്രയോജനം ഞങ്ങൾക്ക് കിട്ടണം, ഇത് ഞങ്ങളുടെ പാർട്ടി ഫണ്ടോ കുടുംബ ഫണ്ടോ ആണെന്നുള്ള ആ മനോഭാവമാണ്. അതുതന്നെയാണ് സർക്കാർ ജീവനക്കാരൻ്റെ 6 ഗഡു DA. ഈ 6 ഗഡു DAയുടെ പണ്ടൊക്കെ DA എപ്പോൾ പ്രഖ്യാപിച്ചാലും 2 വർഷം കഴിഞ്ഞ് പ്രഖ്യാപിച്ചാലും എന്ന് തൊട്ടാണോ കിട്ടേണ്ടത് അന്ന് തൊട്ടുള്ള കുടിശ്ശിക കിട്ടും. ഇപ്പം അങ്ങനെയല്ല. 3 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു 40 മാസത്തെ കുടിശ്ശിക. അത് ചെറിയ തുക തൊട്ടങ്ങ് വലിയ അഡീഷണൽ സെക്രട്ടറി റാങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ലക്ഷങ്ങളാണ്. അതങ്ങ് പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലമായി 40 മാസം വെച്ച് ഏതാണ്ട് 289 മാസത്തെ ഈ DA നഷ്ടപ്പെട്ടിട്ട് ഇപ്പം 1 മാസം മുമ്പേ, ഇലക്ഷന് മുമ്പേ കൊടുത്തിട്ട് അവരുടെ എല്ലാം വീടുകളിൽ ഫോണിലൂടെ മെസ്സേജ് വരികയാണ്, വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിനെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഈ പണ്ടൊക്കെ രൂപ കൊടുത്തിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ വേറൊരു പതിപ്പാണ്. അതുകൊണ്ടാണല്ലോ കോടതി അതിൽ ഇടപെട്ടത്. അപ്പം നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കും. ആ മൊബൈൽ ഫോൺ നമ്പർ കൊടുത്താൽ അത് ആ ആശുപത്രിയിലെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഉപയോഗിക്കാവൂ. അത് അയാളെടുത്ത് ലുലു മാളി കൊടുത്താലോ, ലുലു മാളി എന്ന് വിളി വരും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണമിടപാട് നടക്കുന്നവരുടെ കൊടുത്താലോ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ആധാർ കാർഡ് പോലും മാൻഡേറ്ററി ആക്കാത്തത് സുപ്രീം കോടതി അതുകൊണ്ടാണ്. കാരണം ഒരാളിൻ്റെ ഡാറ്റ അത് സ്വകാര്യമാണ്. അയാൾ അനുവദിച്ചാൽ അല്ലാതെ വേറെ കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് ഈ പുതിയതായി കൊടുക്കാൻ പോകുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ആ ഡേറ്റ ഏതാണ്ട് ഒരു 62 72 ഏതാണ്ട് 90 ലക്ഷം 1 കോടിയോടടുത്ത് വരുന്ന ആളുകളുടെ ഡാറ്റയാണ് ഒരു കരാർ തൊഴിലാളിയുടെ ഇമെയിലിലേക്ക് പോയിരിക്കുന്നത്. ആ ആള് ഇത് മുഴുവൻ വേണമെങ്കിൽ അയാൾക്ക് വേറെ രീതിയിൽ ദുരുപയോഗപ്പെടുത്തിക്കൂടെ? വളരെ ഗുരുതരമായ ഗൗരവതരമായ ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ ആ ഗൗരവം കോടതികളോ സമൂഹമോ രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ ജനങ്ങളോ അതിൻ്റേതായ ഗൗരവത്തിൽ അതെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഈ ഗവൺമെൻറ്റും ഈ പാർട്ടിയും, ഇപ്പോൾ ഇന്നലെ ഏറ്റവും അവസാനം കേസ് എടുക്കേണ്ടത് പോലീസുകാരൻ്റെ കൃത്യനിർവഹണമാണ്. അതിന് നോട്ടീസ് കൊടുക്കാൻ പോയ ആളെ വിളിച്ചതുൾപ്പെടെ ലൈവായി ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും 3.0 എന്നുള്ളതിൻ്റെ 3 അങ്ങ് മാറ്റിയിട്ട് 0.0 എന്ന പരുവത്തിൽ ഈ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും കൊണ്ടുവന്നെത്തിക്കും, അത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.